So in this video, I am going to discuss about CLR pass table. Okay. So same question തന്നെയാണ് F derives A derives A or B. ഇതിന്റെ CLR pass table എങ്ങനെ ജനറേറ്റ് ചെയ്യണം നോക്കാം. CLR stands for canonical LR parsing. Okay. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് S dash derives dot A എന്ന് എഴുതണം. അതായത് ഇതിന്റെ augmented grammar എഴുതുക. Now we have to write S derives S dash derives dot S. Okay. S dash derives dot S, then S derives dot AA, then A derives dot AA or dot B. So this is the grammar. Now you have to number this grammar. So this is grammar number 1, grammar number 2, and this is grammar number 3. Okay. ഇനി ഇതിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് I0 ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? S dash derives dot S എന്ന് പറയുന്നത് ജസ്റ്റ് അങ്ങ് എഴുതാം. ഓക്കെ. ഇനി CLR പാസിന്റെ സ്പെഷ്യാലിറ്റി നേരത്തെ നമ്മൾ ഫോളോയിലാണ് കൊണ്ടുപോയിട്ട് റിഡക്ഷൻ എഴുതിയത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡിൽ എഴുതും. ആ ഹാൻഡിലാണ് റിഡക്ഷൻ സ്റ്റേറ്റ് എഴുതുക. അപ്പൊ ഹാൻഡിൽ എഴുതുന്നത് ആദ്യത്തെ സ്റ്റേറ്റ് ഇങ്ങനെയാണ്. ജസ്റ്റ് S dash derives dot S എന്ന് എഴുതി കോമ ഇട്ടിട്ട് S എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ആയതുകൊണ്ട് അതിന്റെ ഹാൻഡിൽ നമ്മൾ എന്ത് എഴുതും? ഡോളർ എന്ന് എഴുതും. ഹാൻഡിൽ അല്ല, ലുക്ക് അഹെഡ്, ഡോളർ എന്ന് എഴുതും. ഓക്കെ. ഇനി നോക്കിയേ, ഡോട്ട് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ S ആണ് വരുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ദ ഗ്രാമർ സ്റ്റാർട്ട് വിത്ത് എസ് വെച്ചിട്ട് എഴുതുന്ന പ്രൊഡക്ഷൻ എഴുതണം. അപ്പൊ എസ് വെച്ച് എഴുതുന്ന പ്രൊഡക്ഷൻ എന്താ? S derives dot AA. ഓക്കെ. ഇത്ര എഴുതിയാൽ മാത്രം പോരാ, ഇതിനൊരു ഹാൻഡിലും കൂടി എഴുതണം. ഹാൻഡിൽ അല്ല, ലുക്ക് അഹെഡ് എഴുതണം. അപ്പൊ ഈ പ്രൊഡക്ഷൻ നമ്മൾ എഴുതാൻ കാരണം ശരിക്കും ആരാണ്? ഈ എസ് ആണ്. ഡോട്ട് കഴിഞ്ഞ് എസ് ഉള്ളതുകൊണ്ടാണല്ലോ എസിന്റെ പ്രൊഡക്ഷൻ എഴുതിയത്. അപ്പൊ ഈ എസിന്റെ ഫോളോവർ ആരാ നോക്കുക. ഇവിടെ എസ് കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഡോളറേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഹാൻഡിൽ എന്ന് പറയുന്നത് ലുക്ക് അഹെഡ് എന്ന് പറയുന്നത് ഡോളർ തന്നെ എഴുതണം. ഓക്കെ. ഓർ എസിന് ഒരു പ്രൊഡക്ഷനും കൂടി ഉണ്ട്. എന്തായിരുന്നു? എസിന് ഒരു പ്രൊഡക്ഷനേ ആകെ ഉള്ളൂ. ഓക്കെ. നൗ വി ഹാവ് ടു റൈറ്റ് ദ പ്രൊഡക്ഷൻ വിത്ത് സ്റ്റാർട്ട് വിത്ത് എ. കാരണം ഡോട്ട് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ എ വരുന്നുണ്ട്. അപ്പൊ എ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എഴുതണം. എ വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എന്താ? ഡോട്ട് എ എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്ഷൻ. ഓർ ഡോട്ട് ബി, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ലുക്ക് അഹെഡ് എഴുതണം. അപ്പൊ ഈ ലുക്ക് അഹെഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും നമ്മൾ ഈ എ എഴുതാൻ കാരണം ആരാണ്? ദിസ് എ. സോ വാട്ട് ഇസ് ദ ഫോളോവർ ഓഫ് ദിസ് എ? ഈ എക്ക് ക്യാപിറ്റൽ എ തന്നെയാണ് ഫോളോവർ വരുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോയിൽ എടുക്കില്ലല്ലോ. നമ്മൾ ഫോളോയിൽ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് എടുക്കുള്ളൂ. അപ്പൊ സ്മോൾ ലെറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് എടുക്കണം. എന്റെ ഫസ്റ്റിൽ ആരൊക്കെയാണ് കിടക്കുന്നത്? എയും ബിയും ആണ് കിടക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നതിന്റെ ഫോളോവർ ആരാണ്? സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആണ്. അപ്പൊ ഇവിടുത്തെ ഹാൻഡിൽ എഴുതുമ്പോൾ ലുക്ക് ഹെഡ് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? എ ഓർ ബി എന്ന് എഴുതണം. ഒന്നുകൂടി പറയാം. നേരത്തെ നമ്മൾ ആദ്യം എഴുതിയത് എങ്ങനെയാണ്? S dash derives dot S എന്ന് എഴുതി. അത് സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡോളർ എന്ന് എഴുതി. ഓക്കെ. ഇനി ഈ എസ് കാരണമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ എഴുതിയത്. അതുകൊണ്ട് ഈ എസിന്റെ ഫോളോവർ ഡോളർ ആയതുകൊണ്ട് ഈ പ്രൊഡക്ഷന്റെ ലുക്ക് ഹെഡ് നമ്മൾ ഡോളർ തന്നെ എഴുതി. ഓക്കെ. ഇനി ഈ എ കാരണമാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ എഴുതിയത്. അപ്പൊ ഈ എന്റെ ഫോളോവർ എന്ന് പറയുന്നത് എഗെയിൻ ഒരു വൺ മോർ എ ഇസ് ദർ. സോ എ എന്ന് പറയുന്നത് വേരിയബിൾ ആയതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് ഓഫ് ദാറ്റ് എ. അപ്പൊ ഈ റെഡ് കളറിലുള്ള എന്റെ ഫോളോവർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ എ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ബി ആണ്. അപ്പൊ ഇവിടുത്തെ ഹാൻഡിൽ എഴുതുമ്പോൾ എ ഓർ ബി എന്ന് എഴുതും. ഓക്കെ. ഇനി ഈ സെയിം ക്യാപിറ്റൽ ലെറ്റർ എ കാരണം തന്നെയാണ് നമ്മൾ എന്തും കൂടി എഴുതാൻ പോകുന്നത്? ഡോട്ട് ബി എഴുതാൻ പോകുന്നത്. അപ്പൊ വീണ്ടും ഇതിന്റെ ഫോളോവർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? എ ഓർ ബി ആണ്. അപ്പൊ ഇവിടുത്തെയും ഹാൻഡിൽ നമ്മൾ എന്ത് എഴുതും? എ ഓർ ബി എഴുതും. സോ ദിസ് ഇസ് അവർ സ്റ്റേറ്റ് I0. ഹോപ്പ് ഇസ് ക്ലിയർ. ഓക്കെ. ഇത് മുഴുവൻ വരയ്ക്കാൻ പറ്റില്ല, ബാക്കി നോട്ടിൽ ഉണ്ടാവും. ജസ്റ്റ് നോക്കുക. ഒരു സ്റ്റേറ്റ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇത് വരയ്ക്കാൻ കുറെ സമയം എടുക്കും. നൗ യു ഹാവ് ടു അപ്ലൈ ട്രാൻസിഷൻ ഓൺ ഓൾ ദ കേർണൽ ഐറ്റംസ്, നോൺ കേർണൽ ഐറ്റംസ്. അപ്പൊ ഈ ഡോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാപിറ്റൽ എസ് ആണ്. അപ്പൊ എസിലുള്ള ട്രാൻസിഷൻ എഴുതണം. ഓക്കെ. ദെൻ ഇവിടെ ഡോട്ട് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ എ ആണ്. അപ്പൊ എയിലുള്ള ട്രാൻസിഷൻ എഴുതണം. ഇവിടെ നമുക്ക് ഡോട്ട് കഴിഞ്ഞിട്ട് സ്മോൾ ലെറ്റർ എ ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ എയിലുള്ള ട്രാൻസിഷൻ എഴുതണം. അതേപോലെ ഇവിടെ ഡോട്ട് ബി ഉണ്ട്. അപ്പൊ ബിയിലുള്ള ട്രാൻസിഷൻ എഴുതണം. ഇനി ക്യാപിറ്റൽ എസിലെ ട്രാൻസിഷൻ എങ്ങനെ എഴുതുന്നത്? S dash derives S ഡോട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് മാറും. And there is no change in the look ahead. So this is state I1. Okay. Now you have to apply transition on capital A. Capital A ല് ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? S derives A dot A എന്ന് വരും. ആ ഡോട്ട് ജസ്റ്റ് നടുവിലേക്ക് വരും. പിന്നെ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഈ ലുക്ക് ഹെഡിൽ ചേഞ്ച് ഒന്നുമില്ല. ഇറ്റ് ഇസ് ഡോളർ ഇറ്റ്സെൽഫ്. ഓക്കെ. ദെൻ ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്? ഈ ഡോട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളാരാണ്? ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അപ്പൊ നമ്മൾ എ വെച്ചിട്ടുള്ള ട്രാൻസിഷൻ എഴുതണം. വേണ്ടേ? അപ്പൊ എ വെച്ചിട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാ? രണ്ടെണ്ണം ഉണ്ട്. ഇതുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഡോട്ട് എ വരും, അതേപോലെ ഡോട്ട് ബി വരും. ഇനി ഇതിന്റെ ലുക്ക് ഹെഡ് എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത്
ഈ എ കാരനാണ് നമ്മൾ ഈ എഴുതിയത് അല്ലെ. ഇവിടുത്തെ എന്റെ ഫോളോവർ ആരെന്നെയാണ്? ഡോളർ തന്നെയാണ്. അപ്പൊ ഇവിടെയും ലുക്ക് അഹെഡ് എന്ത് വരും? ഡോളർ വരും. നേരത്തെ നമുക്കത് വരാതിരുന്നതിന്റെ കാരണം ഈ എന്റെ ഫോളോവർ ഒരു എ ആയിരുന്നത് കൊണ്ട് ആ എന്റെ ഫസ്റ്റിൽ എ ഓർ ബി വന്നുകൊണ്ടാണ് ഇവിടെ ലുക്ക് അഹെഡ് ഇങ്ങനെ വന്നത്. അപ്പൊ ഇതൊന്ന് നന്നായി മനസ്സിരുത്തിയിട്ട് കേൾക്കുക, എന്നിട്ട് അതേപോലെ എഴുതാം. ഇനി നമുക്ക് ഇതിന് ഫർദർ ഒന്നുമില്ല, കാരണം ഇത് സ്മോൾ ലെറ്റർ എ ഇത് സ്മോൾ ലെറ്റർ ബി ആണ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് അവർ സ്റ്റേറ്റ് I2. ഓക്കെ, നൗ യു ഹാവ് ടു അപ്ലൈ ദ ട്രാൻസിഷൻ ഓൺ സ്മോൾ ലെറ്റർ എ. അപ്പൊ എന്താ വരിക? എ ഡിറൈവ്സ് എ ഡോട്ട് എ എന്ന് വരും. ദെൻ എ ഓർ ബി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. ഓക്കെ, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഡോട്ട് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ എ ആണ്. അപ്പൊ വീണ്ടും നമ്മൾ എ വെച്ചിട്ടുള്ള ട്രാൻസിഷൻ എഴുതാം. എ വെച്ചിട്ടുള്ള ട്രാൻസിഷൻ എന്തൊക്കെയാ? ഡോട്ട് എ വരും, അതേപോലെ ഡോട്ട് ബി വരും. ഇനി ഇതിന് രണ്ടിലും ലുക്ക് ഹെഡ് എഴുതണം. അപ്പൊ ഇവിടുത്തെ എ എന്ന് പറയുന്നതിന്റെ ഫോളോവേഴ്സ് ആരൊക്കെയാണ്? എ ഓർ ബി തന്നെയാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? എ ഓർ ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിന് ഫർദർ ട്രാൻസിഷൻ ഇല്ല. സോ ദിസ് ഇസ് അവർ സ്റ്റേറ്റ് നമ്പർ I3. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ ബിയിലുള്ള ട്രാൻസിഷൻ എഴുതാം. ബിയിലുള്ള ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ എ ഡിറൈവ്സ് ബി ഡോട്ട് എന്ന് വരും. അതേപോലെ ലുക്ക് ഹെഡിന് ചേഞ്ച് ഒന്നുമില്ല, അപ്പൊ എ ബി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് I4 കിട്ടി. ഇനി ഇതിന്റെ ബാക്കി വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴത്തേക്ക് വരയ്ക്കാം. അപ്പൊ I2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. I2ല് നമുക്ക് ഏതിനൊക്കെ ട്രാൻസിഷൻ കൊടുക്കണം? ക്യാപിറ്റൽ എയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം, ദെൻ സ്മോൾ ലെറ്റർ എയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം, പിന്നെ നമുക്ക് സ്മോൾ ലെറ്റർ ബിയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. ഇത്രയാണ് I2 എന്നുള്ള ട്രാൻസിഷൻസ് വരുന്നത്. ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇനി ക്യാപിറ്റൽ എയിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എസ് ഡിറൈവ് ഓൾറെഡി എ ഡോട്ട് എ ആണ്, അത് എന്തായിട്ട് മാറും? എ ഡോട്ട് എന്ന് മാറും. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ലുക്ക് അഹെഡ്. പിന്നെ ഇതിപ്പോ ഓൾറെഡി കേണൽ ഐറ്റം ആയി, ഇനി ഡോട്ട് കഴിഞ്ഞിട്ട് ആരും ഇല്ല. സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. സോ ദിസ് ഇസ് അവർ I5. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുക്കാൻ പോവാണ്. അതായത് ഇവിടെ ഈ സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ എന്താ വരിക? എ ഡിറൈവ് സ്മോൾ ലെറ്റർ എ ഡോട്ട് എ എന്ന് വരും. ഓക്കെ, ഇനി ഈ എ വന്നത് കൊണ്ട് നമ്മൾ എന്തും കൂടി എഴുതണം? എ ഡിറൈവ്സ് വെച്ചിട്ടുള്ള എന്റെ പ്രൊഡക്ഷൻ എഴുതണം. അപ്പൊ എ ഡിറൈവ് എന്തൊക്കെ വരും? സ്മോൾ ലെറ്റർ എ കോമ ഡോട്ട് ബി, രണ്ടെണ്ണം വരും. അപ്പൊ ഈ ക്യാപിറ്റൽ എന്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഡോളർ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫോളോവർ ഡോളർ എന്ന് എഴുതാം. സോ ദിസ് ഇസ് I6. So this is I6. Okay. Now we have to apply transition on small letter b. അതായത് ഈ സ്മോൾ ലെറ്റർ ബിയിലാണ് ട്രാൻസിഷൻ കൊടുക്കുന്നത്. അപ്പോ സംഭവിക്കുക എന്താ? എ ഡിറൈവ്സ് ബി ഡോട്ട് എന്ന് വരും. ദെൻ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് ഡോളർ ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി എ ഡിറൈവ്സ് ബി ഡോട്ട് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് എ ഓർ ബി ആണ്. ഇവിടുത്തെ ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് അനദർ സ്റ്റേറ്റ്. ദിസ് ഇസ് I7. ഓക്കെ, ദെൻ I4ലൊന്നും ഇല്ല, I4 ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. നൗ വി ഹാവ് ടു അപ്ലൈ ട്രാൻസിഷൻ ഓൺ I3. I3യിൽ ഏതിലൊക്കെയാണ് ട്രാൻസിഷൻ കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ എയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം, അതേപോലെ സ്മോൾ ലെറ്റർ എയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം, സ്മോൾ ലെറ്റർ ബിയിൽ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എയിൽ ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എ ഡിറൈവ് എ ഡോട്ട് എ, സോറി എ ഡോട്ട് എ എന്നുള്ളത് ജസ്റ്റ് മാറും. സോ വി ക്യാൻ റൈറ്റ് എ ഡിറൈവ് എ ഡോട്ട് എന്ന് വരും. അതായത് ഈ ഡോട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറും. ദെൻ എ ഓർ ബി. ഇപ്പൊ ഇത് അവിടെ അത്രയും കൊണ്ട് അവസാനിച്ചു, ആ സ്റ്റേറ്റ് അവിടെ തീർന്നു. സോ ദിസ് ഇസ് അവർ I8. ഓക്കെ, ദെൻ വി ഹാവ് ടു അപ്ലൈ ട്രാൻസിഷൻ ഓൺ സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ വരച്ചു നോക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഈ ഡോട്ട് നടുവിലേക്ക് മൂവ് ആവും. അപ്പൊ എങ്ങനെയാ സംഭവിക്കുക? എ ഡിറൈവ് എ ഡോട്ട് എ എന്ന് വരും. ദെൻ ഹാൻഡിൽ എന്ന് പറയുന്നത് എ ഓർ ബി, അതായത് ഈ മുകളിൽ കിടക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെ വരും. ഓക്കെ, പിന്നെ ഈ എ എന്ന് പറയുന്നത് ഡോട്ട് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എ വെച്ചിട്ടുള്ള ട്രാൻസിഷൻ എഴുതണം. അപ്പൊ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത് വേറൊരു സ്റ്റെപ്പായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. സ്മോൾ ലെറ്റർ വെൻ വി ഗീവ് ട്രാൻസിഷൻ ഓൺ സ്മോൾ ലെറ്റർ എ, സെയിം സ്റ്റേറ്റ് വിൽ ബി റിപ്പീറ്റഡ്. സോ യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് എ ലൂപ്പ്. എ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. ഓക്കെ, അതേപോലെ ബി കൊടുത്തു കഴിഞ്ഞാൽ എ ഡിറൈവ് ബി ഡോട്ട് എ ബി എന്ന് വരും. അതായത് ഇത് ഓൾറെഡി I4ലുണ്ട്. സോ ജസ്റ്റ് I4ലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം. ബി കൊടുത്തു കഴിഞ്ഞാൽ I4ലേക്ക് പോകും. ദെൻ ഇനി I6 ആണ് വരുന്നത്. I6ലേക്ക് നമുക്ക് ക്യാപിറ്റൽ എയിൽ ട്രാൻസിഷൻ കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇവിടെ എ ഡിറൈവ് എ ക്യാപിറ്റൽ എ ഡോട്ട് ഡോളർ എന്ന് വരും. സോ ദിസ് ഇസ് അവർ I9. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുത്താൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഒന്ന് വരച്ച് നോക്കി നോക്കാം കേട്ടോ. സ്മോൾ ലെറ്റർ എയിൽ ട്രാൻസിഷൻ കൊടുത്താൽ, അതേപോലെ സ്മോൾ ലെറ്റർ ബിയിൽ ട്രാൻസിഷൻ കൊടുത്താൽ നമ്മൾ I7ലേക്ക് തന്നെ പോകും. അപ്പൊ അതും ജസ്റ്റ് വരച്ച് നോക്കാം. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടോട്ടൽ
I0 to I9, അതായത് മൊത്തം 10 സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ CLR പാഴ്സിങ് ചെയ്യുന്നത്. ഇനി SLR പാഴ്സിങ് ടേബിൾ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ടേബിൾ വരയ്ക്കുന്നത്. ആകെയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വെൻ വി റെഡ്യൂസ്, നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I7 നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. I7 എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്, കാരണം അത് കേണൽ ഐറ്റം ആണ് അല്ലെ. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആകെ നമുക്ക് ചെയ്യാനുള്ള എന്താ, A ഡിറൈസ് B എന്ന് പറയുന്ന ഗ്രാമറിന്റെ നമ്പർ നോക്കുക. A ഡിറൈസ് B എന്ന് പറയുന്ന ഗ്രാമറിന് നമ്മൾ എത്ര ഇട്ടിരിക്കുന്നത്, നമ്പർ 3 ആണ്. അപ്പൊ നമ്മൾ R3 എന്നാണ് നമ്മുടെ റിഡക്ഷൻ വരിക. ഇനി ആ R3 എവിടെയൊക്കെ എഴുതണം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ I7 എന്ന് പറയുമ്പോൾ 7th റോയില് നമ്മൾ ഈ ലുക്ക് ഹെഡ് എഴുതിയിരിക്കുന്നത് എന്താണ്, ഡോളർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം, R3 എന്ന് എഴുതണം. ഇതിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, അതിൽ നോക്കിയാൽ മതി ടേബിൾ എങ്ങനെ വരയ്ക്കണേന്ന്.